ജർമ്മനി ബ്രസീലിനെ 7-1 തോൽപ്പിച്ചതല്ല ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട തോൽവിയെന്ന് നിങ്ങൾക്കറിയാമോ? ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട 8 തോൽവികൾ ഇതാ. ഇതിൽ അവസാനത്തേത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. നമുക്ക് 8ാം സ്ഥാനത്തുള്ള സൗദി അറേബ്യയിൽ നിന്ന് ആരംഭിക്കാം. 2002 ടൂർണമെന്റ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഏകപക്ഷീയമായ മത്സരങ്ങളിലൊന്നിൽ ജർമ്മനി സൗദി അറേബ്യയെ 8-0 തകർത്തുവിട്ടു. 7ാം സ്ഥാനത്ത് 1954 ഹംഗറി ദക്ഷിണ കൊറിയയെ 9-0 തരിപ്പണമാക്കി. തുടക്കം മുതൽ ഒടുക്കം വരെ കൊറിയക്കാർ പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടു. 6ാം സ്ഥാനം സൈറിന്റേതാണ്. 1974 യൂഗോസ്ലാവിയ അവരെ 9-0 തകർത്തുവിട്ടു. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനങ്ങളിൽ ഒന്നായാണ് പലരും ഇപ്പോഴും ഇതിനെ കണക്കാക്കുന്നത്. 5ാം സ്ഥാനത്ത് 2014 സ്വന്തം മണ്ണിൽ ജർമ്മനി 7-1 തോൽപ്പിച്ചപ്പോൾ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന തോൽവികളിൽ ഒന്നാണ് ബ്രസീൽ ഏറ്റുവാങ്ങിയത്. രാജ്യം മുഴുവൻ വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു. 4ാം സ്ഥാനം ക്യൂബയ്ക്കാണ്. 1938 സ്വീഡൻ അവരെ 8-0 പരാജയപ്പെടുത്തി. ടീമുകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം എടുത്തുകാണിച്ച മറ്റൊരു ആദ്യകാല ലോകകപ്പ് കൂട്ടക്കൊലയായിരുന്നു അത്. 3ാം സ്ഥാനത്ത് 1950 ബൊളീവിയയെ ഉറുഗ്വേ 8-0 തകർത്തുവിട്ടു. ഒരു പരിശീലന മത്സരം പോലെ തോന്നിച്ച കളിയിൽ ആ തെക്കേ അമേരിക്കൻ കരുത്തർ ഒരു ദയയും കാണിച്ചില്ല. 2ാം സ്ഥാനം വീണ്ടും ദക്ഷിണ കൊറിയയ്ക്കാണ്. 1954 ഹംഗറി അവരെ 9-0 തോൽപ്പിച്ചു. ആ കാലഘട്ടത്തിൽ ഹംഗറി എത്രത്തോളം അപകടകാരികളായിരുന്നു എന്ന് കാണിക്കുന്ന മറ്റൊരു ആധിപത്യം നിറഞ്ഞ പ്രകടനമായിരുന്നു അത്. 1ാം സ്ഥാനത്ത് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട തോൽവി. 1982 എൽ സാൽവഡോറിനെ ഹംഗറി 10-1 തകർത്തത്. അത് വെറും ഒരു തോൽവി മാത്രമായിരുന്നില്ല, അതൊരു സമ്പൂർണ്ണ നാശമായിരുന്നു. 2026 വേൾഡ് കപ്പിൽ ഏറ്റവും നാണം കേട്ട് തോറ്റ് ഈ ലിസ്റ്റിൽ ഇടം നേടിയ കളി താഴെ കമന്റ് ചെയ്യൂ.